12-ാമത്തെ വാക്യം 94, സങ്കീർത്തനം 94:12 ഇങ്ങനെ പറയുന്നു: യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളൊക്കെയും ഒരു ദൈവിക ദൂത് കേൾക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ അത് ഫുൾഫിൽ ആകണമെന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ളവരാണ്. പ്രത്യേകിച്ച് നമുക്ക് കേൾക്കുന്ന പ്രവചനങ്ങൾ. പക്ഷെ ചില പ്രവചനങ്ങളൊക്കെയും നാളുകൾ കാത്തിരുന്നിട്ടും അല്ലെങ്കിൽ വർഷങ്ങൾ കാത്തിരുന്നിട്ടും നടക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. പലരും ലൈഫിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞ പ്രവാചകനെയും കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തെയും കുറ്റം പറഞ്ഞ് ദൈവത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന അനേകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം എപ്പോഴും ഓരോരുത്തരെ നോക്കിയുള്ള വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ പ്രവചന ദൂതുകൾ ദൈവം പറയുമ്പോൾ പലപ്പോഴും ദൈവം അതിനോട് കൂടെ ജസ്റ്റ് ആഫ്റ്റർ ദ പ്രൊഫസി, അത് പ്രൊഫസിക്ക് ശേഷം ചില ഡിസിപ്ലിനും കൂടി കർത്താവ് പറയുന്നുണ്ട്. ഒരു ഈഫ് കണ്ടീഷനിലാണ് പലപ്പോഴും ദൈവത്തിന്റെ ആലോചനകൾ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇവൻ ഇസ്രായേൽ മക്കളോടാണെങ്കിലും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന കാര്യങ്ങൾ വിട്ടാൽ, ഇന്ന രീതിയിൽ നിങ്ങൾ പോയാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തരും. ദൈവം ഇപ്പോഴും നമ്മളോടൊക്കെയും ഇടപെടുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും. ദൈവം പറഞ്ഞ പ്രവചനത്തെ മാത്രമേ, അല്ലെങ്കിൽ ആ പ്രോമിസിനെ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ കൂടെ ദൈവം പറഞ്ഞ ഈഫ് കണ്ടീഷൻസ് നമ്മൾ പലപ്പോഴും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ദൈവ പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ വൈകുന്നതും അത് നടക്കാതെ പോകുന്നതും. സ്തോത്രം. ആ ഒരു ഡിസിപ്ലിൻ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം പുതിയ നിയമ വിശ്വാസികൾ, പ്രത്യേകിച്ച് മോഡേൺ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവം സ്നേഹം മാത്രമാണെന്നാണ് പഠിപ്പിച്ചു വരുന്നത്. അവിടെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പലരും പ്രസംഗിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് സ്നേഹിക്കുന്ന ഏതു മകനെയും ബാലശിക്ഷ കൊടുക്കാത്ത ഒരു അപ്പനില്ല എന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ബാലശിക്ഷ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഏത് ശിക്ഷയും തൽക്കാലത്തേക്ക് പ്രയാസമാണെന്നൊക്കെയും എബ്രായർക്ക് ലേഖന കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അത് വലിയ മഹത്വത്തിലോട്ട്, നീതിയുടെ സമാധാന ഫലത്തിലോട്ട് നമ്മെ കൊണ്ടുവരുമെന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നു. അപ്പൊ ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതൊരു കറക്ഷനാണ്, ഒരു കറക്ഷൻ പീരീഡാണ്. നമുക്കറിയാം, നമ്മൾ ജോലിയിൽ കിടക്കുന്നതിന് മുൻപ് അവിടെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ട്. കാരണം ആ ട്രെയിനിങ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പിന്നീട് ആ ജോലിയിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മളവിടെ എന്താ പറയുക, ലജ്ജിക്കേണ്ടതായ യാതൊരു സാഹചര്യങ്ങളോട് ഉണ്ടാകുന്നില്ല. നമ്മൾ ജയിക്കേണ്ട സാഹചര്യങ്ങൾ മാത്രമേ അവിടെ വെളിപ്പെടുന്നുള്ളൂ. ഇതുപോലെ കർത്താവ് നമ്മെ നോക്കി പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഭവനത്തെ നോക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നോക്കി, വ്യക്തിപരമായി നമ്മളോട് ദൈവം ഇടപെട്ടിട്ടുള്ള ഓരോ വാഗ്ദത്തങ്ങളുടെയും നിറവേറുന്നതിന് മുൻപ് നമ്മൾ കടന്നു പോകേണ്ട ചില ഡിസിപ്ലിൻ ഏരിയാസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ കർത്താവ് ചേഞ്ച് ചെയ്യും. നമ്മുടെ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യും. നമ്മുടെ റിലേഷൻഷിപ്പിനെ കർത്താവ് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ഒരുപാട് നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കർത്താവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ കുറവുകൾ നമുക്ക് എണ്ണി പറയാൻ ഇച്ചിരിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ മറ്റൊരാളോട് ചോദിക്കുമ്പോഴേ നമ്മുടെ കുറവുകൾ അവര് കാണുന്ന നിലവാരത്തിൽ ഒരുപാട് കുറവുകൾ അവർക്ക് പറയാം. ഇതുപോലെ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളറിയാത്ത ഒരുപാട് വശങ്ങൾ കർത്താവിന് അറിയാൻ പറ്റും. അതിനെല്ലാം കറക്റ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പുറത്തു വരണമെന്നും അപ്പോഴേക്കും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ചില വാക്യങ്ങൾ കൂടി വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. 1 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായത്തില് ഇങ്ങനെ വായിക്കുന്നു. 9-24 ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും
പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനെല്ലാം സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഏത് കോമ്പറ്റീഷനിലും എല്ലാവരും വിജയിക്കുന്നില്ല, ഒരുവനെ വിജയിക്കുന്നുള്ളൂ. സ്തോത്രം. അപ്പം ഇവിടെ പറഞ്ഞ് നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. നമ്മുടെ ഓട്ടം ആ ലക്ഷ്യത്തിലായിട്ടുള്ള ഓട്ടം, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ്. മറ്റു ഈ ലോകത്തിൽ ഒരു മനുഷ്യന് തരാൻ കഴിയാത്തവണ്ണം ബ്യൂട്ടിഫുൾ ആയ ഡെസ്റ്റിനിയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ പ്രാപിക്കുന്നതിന് മുൻപ് ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ്റെ അച്ചടക്കത്തിന്റെ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ മുഷിഞ്ഞു പോകരുത്, നമ്മൾ കാത്തിരുന്ന് മടുത്തു പോകരുത്. അതിന് നമ്മൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. യോസേഫിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, യോസേഫിനെ നോക്കി ദൈവം വലിയ ഒരു വാഗ്ദത്തം, യോസേഫ് കണ്ട സ്വപ്നം അവനെ കുറിച്ചുള്ള വലിയ വാഗ്ദത്തമായിരുന്നു. സ്തോത്രം. പക്ഷെ അതിനുശേഷം അവൻ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളും നമുക്ക് വായിച്ചു വിടാൻ എളുപ്പമാണ്. പക്ഷെ നീണ്ട ഒരു പീരീഡ് അവൻ കടന്നുപോയ സിറ്റുവേഷൻസ്, പക്ഷെ അവിടെ എല്ലാം ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരുന്നു. 39 വായിക്കുമ്പോഴോടെ കാണുന്നത് യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ സകലത്തിലും കൃതാർത്ഥനായി ചെന്നിടത്തെല്ലാം അവന് ജയം ദൈവം നൽകിക്കൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ യോസഫിന്റെ ലൈഫിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളും, ദൈവം ആഗ്രഹിക്കുന്ന ഇന്റഗ്രിറ്റി, വിശ്വസ്തതയും, ഹല്ലേലൂയ, പോത്തിഫറിന്റെ ഭവനത്തിലും ഇവൻ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും വേണ്ട ഇമോഷണൽ കൺട്രോളും ഒക്കെ അവൻ അറിയാതെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജീവിതത്തിൽ ഇതാ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്ന ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ ദിവസങ്ങളും കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന പാഠശാലകളാണ്. അപ്പൊ അവിടെ വരുന്ന ഓരോ ചെറിയ വിഷയങ്ങളുടെ മധ്യയും കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്, നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നത്, നമ്മൾ ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ അകത്തോട്ട് എടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളിൽ റിയാക്ഷന് കാരണമാകാൻ തക്കവണ്ണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുക. അകപ്പാടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്വഭാവത്തിൽ, ഇവൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ 25 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു മെച്യൂരിറ്റി അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 35 വരുന്നത്. 35 മെച്യൂരിറ്റി അല്ല 45. കാരണം ജീവിതത്തിലെ പാഠങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വേറെ ആരും പഠിപ്പിക്കേണ്ട അനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കും. പിന്നീട് അങ്ങനെ ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തില്ല, ഓടിപ്പോയി അതിനകത്ത് എടുത്ത് ചാടത്തില്ല. ഒരു വാക്യം കൂടി വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. ഇതുപോലെ തന്നെ സങ്കീർത്തനങ്ങളില് സദൃശവാക്യങ്ങൾ 12:1 പറയുന്നു, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. അപ്പൊ ശാസനം വെറുക്കുന്നവൻ മൃഗപ്രായം, അതായത് അത്രയ്ക്കും ലോജിക്കില്ല, ബുദ്ധിയില്ലാത്തൊരു മൃഗത്തെ പോലെയാണ് പറയുന്നത്. നമ്മളത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ദൈവം പറയുന്ന ആ ശാസനയുടെ അല്ലെങ്കിൽ ആ ഡിസിപ്ലിന്റെ പ്രോസസ്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മൃഗത്തെ പോലെയാണ്. സ്തോത്രം. അപ്പം അത് നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ദൈവം പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവം നമ്മെ നോക്കി പറഞ്ഞിരിക്കുന്ന ഓരോ പ്രൊഫസികളും, ഹല്ലേലൂയ, അതിൻ്റെ കൂടെ ദൈവം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ വാണിംഗ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പ്രോസസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടി കർത്താവെ അതിൽ കൂടെ കടന്നു പോകുവാനുള്ള ദൈവശക്തിയും, അപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ പ്രൂണിങ് പ്രോസസ്സിൽ ഞാൻ ആകേണ്ടവണ്ണമായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു സമർപ്പണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങളുടെ നമ്മളുടെ ഫ്യൂച്ചറിനെ, നമ്മളുടെ ഭാവിയെ ദൈവിക വാഗ്ദത്തങ്ങൾ അനൗൺസ് ചെയ്യും. പലപ്പോഴും പ്രൊഫസി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ തന്നെ അതിനെ ഹോൾഡ് ചെയ്യുവാനുള്ള ഒരു പാത്രങ്ങളാക്കി നമ്മെ മാറ്റുന്നതാണ് ഈ ഡിസിപ്ലിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മുഷിവായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതിനെ നമ്മൾ തട്ടിക്കളയരുത്. അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് പുറത്തു വരാനുള്ള ഒരു ടൈം എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചതാണ്. ഈ വാഗ്ദത്തം പറഞ്ഞ പോലെ തന്നെ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്ന കൊണ്ട് ഞാൻ അത് പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു പാത്രമായിട്ട് ദൈവം എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു
പീരീഡ് ആണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ വാഗ്ദത്ത നിവർത്തി നമ്മൾ കാണത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമുക്ക് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല, അനുഭവിക്കാനും അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ കർത്താവ് നമുക്കത് തരുമ്പോൾ, യോസേഫിന്റെ ലൈഫ് നമുക്കറിയാം. ഏറ്റവും വലിയ എക്സാമ്പിൾ ബൈബിളിൽ അതേക്കുറിച്ച് പറയാൻ വേറെ ആരെയും കാണുന്നില്ല, യോസേഫ് മാത്രമാണ്. യോസേഫിന്റെ ലൈഫ് പിന്നത്തേതിൽ ദൈവം എത്ര അനുഗ്രഹിച്ചു. എവിടെല്ലാം അവന്റെ തല താഴ്ത്തപ്പെട്ടോ അവിടെല്ലാം കർത്താവ് അവനെ ഉയർത്തുന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ ലൈഫ് ഇല്ലാതായി പോകുവാൻ സഹോദരങ്ങളടക്കം, പ്രിയപ്പെട്ടവരടക്കം, സ്വന്തക്കാരടക്കം, രക്തബന്ധത്തിലുള്ളവരടക്കം ആഗ്രഹിച്ചപ്പോൾ അവരെല്ലാം മധ്യത്തിൽ അവന്റെ തലയെ ഉയർത്തി, ഹല്ലേലൂയ, അവൻ കണ്ടതുപോലെ അവരെല്ലാം വന്ന് വണങ്ങി നിൽക്കുന്നത് പോലെ അവസ്ഥയിലോട്ട് ദൈവം അവന്റെ ലൈഫിനെ കൊണ്ടുവന്നെങ്കിൽ, സ്തോത്രം, യോസേഫിന് സാധിച്ചെങ്കിൽ ദൈവമക്കളെ നമുക്കും സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ, യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും നമ്മൾ തന്നെയല്ല ചെയ്യുന്നത്, നമ്മളെ സഹായിക്കാൻ പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവം അനുവദിക്കുന്ന ഡിസിപ്ലിൻ പ്രോസസ്സിലൂടെ കടന്നുപോയി ഏറ്റവും തികഞ്ഞവരായിട്ട് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പകൽക്കാലത്തിന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും